ഹായ് ഹലോ നമസ്കാരം. റൂട്ട് കഫേയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ ക്രിസ്മസ് ദിന ആശംസകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ വത്തിക്കാനിലെ ക്രിസ്മസ് കാഴ്ചകളാണ്. വത്തിക്കാൻ എന്ന് കേൾക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് കോട്ടയത്ത് നിന്നും വെറും 17 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ചെറിയ വത്തിക്കാനാണ്. പാമ്പാടിക്കടുത്ത് വത്തിക്കാൻ എന്ന ചെറിയൊരു പ്രദേശം. വത്തിക്കാൻ എന്ന പേര് മാത്രമല്ല, കഴിഞ്ഞ 20 വർഷമായി നാട്ടുകാരുടെ കൂട്ടായ്മ ഒരുക്കുന്ന ഒരു ക്രിസ്മസ് കാർണിവലും ഈ നാടിൻ്റെ പ്രത്യേകതയാണ്. നഗരപ്രദേശങ്ങളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ മാത്രമല്ല, ഇന്ന് ഈ ചെറിയ ഗ്രാമത്തിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് അതിൻ്റെ എല്ലാ പ്രൗഢിയും നമുക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കളർഫുള്ളായി ക്രിസ്മസ് ആഘോഷിക്കുന്ന നാടാണ് നമ്മുടെ കോട്ടയത്തെ വത്തിക്കാൻ എന്ന ഈ ഗ്രാമം. ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇത്രയും വർഷത്തെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ കരുത്ത് തന്നെ. 2000-ൽ ചെറുതായി ആരംഭിച്ച് ഇന്നീ പ്രൗഢഗംഭീരമായി കാണുന്ന തരത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചതും ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ്. കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് മുഖ്യ സംഘാടകരെങ്കിലും ഇതിൻ്റെ എല്ലാ വിജയത്തിലും ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. പുൽക്കൂടും പാപ്പാനിമാരും വർണ്ണശബളമായ ലൈറ്റും അലങ്കാരങ്ങളും ഒക്കെയായി, മാത്രമല്ല ഈ നദിയിൽ കൂടിയുള്ള അലങ്കാരങ്ങളൊക്കെ ആവുമ്പോഴത്തേക്ക് ഈ നാടിന് വല്ലാത്തൊരു ഭംഗി തന്നെയാണ് ഈ ഒരു സമയങ്ങളിലെല്ലാം തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ധാരാളം ആളുകളാണ് കോട്ടയത്തെ ഈ വത്തിക്കാനിലേക്ക് ഈ കാഴ്ചകൾ കാണുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. പല ദേശങ്ങളിൽ നിന്നുമായി വളരെയധികം ജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നതെന്നാണ് അറിയുവാൻ സാധിച്ചത്. നഗരപ്രദേശങ്ങളിലെ ക്രിസ്മസ് മാത്രമല്ല, ഇതേപോലെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വലിയ കൂട്ടായ്മയിൽ എല്ലാവരും കൂടി ഒന്നായി ആഘോഷിക്കുന്ന യഥാർത്ഥ ക്രിസ്മസ് സന്ദേശം കൈമാറുന്ന ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഈ കാഴ്ചകളൊക്കെ കാണുവാനായി എത്തിയതാണ്.
അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് ദിന ആഘോഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏറ്റവും പുതിയ എപ്പിസോഡുമായി ഏറ്റവും അടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ.